ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു DIY തട്ടിക്കൂട്ട് ഒരു ടേബിളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പ്ലൈവുഡിൻ്റെ വേറൊരു മോഡൽ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ കാർഡ്ബോർഡോ മരത്തിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ പൊടിയൊക്കെ തട്ടികളിൽ നിന്ന് തുടച്ചിട്ട് അതിന് 4 മൂലകൾ ഇതേപോലെ ഇൻസുലേഷൻ ടേപ്പ് നമ്മുടെ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇൻസുലേഷൻ ടേപ്പിന് 15 രൂപയാണ് വില. അത് പല കളറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അതേപോലെ 4 വശങ്ങൾ ഒടിച്ചു കൊടുക്കുകയാണ്. ഇതെന്ന് പറയുമ്പോൾ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എനിക്കൊരു നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരു നമ്മുടെ മടിയിൽ വെക്കാനും പറ്റണം, അല്ലെങ്കിൽ നമുക്കൊരു നിലത്തിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ടേബിളാണ് ഞാനത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. മെയിനായിട്ട് ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ടും പിന്നെ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റഡി ടേബിളായിട്ടും ഇത് ഉപയോഗിക്കാം. ഞാനൊരു ബേസ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഹോം മെയ്ഡ് ജേഴ്സുമായിട്ട് ഞാൻ ഇതേപോലെ ഒരു ടീസ്പൂൺ ടാൽക്കം പൗഡർ, ഒരു ടീസ്പൂൺ നമ്മുടെ വൈറ്റ് ഗ്ലൂ, ഫെവിക്കോളിൻ്റെ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു കുറച്ച് അക്രൈലിക് പെയിൻറ്റ് വൈറ്റ് കളറ്, പിന്നെ തരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ പീസിൻ്റെ പ്ലൈവുഡ് പീസിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചട്ടയുടെ മുകളിൽ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം ഇതൊരു ബേസ് കോട്ടായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് കളർ അടിക്കണമെങ്കിൽ കളർ അടിക്കാം. അപ്പോൾ ഞാനിതുമ്പോൾ കളറൊന്നും അടിക്കുന്നില്ല, പകരം ഞാൻ വേറൊരു ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം കളർ അടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് കളറൊക്കെ അടിക്കാം. കാരണം ആ ഇൻസുലേഷൻ ടൈപ്പിൻ്റെ മുകളിലൊക്കെ ഇനിയിപ്പോൾ മറ്റേത് ഈ ജസ്റ്റ് അടിച്ചില്ലെങ്കിൽ പെയിൻറ്റ് പിടിക്കില്ല. അപ്പോൾ ഇതാവുമ്പോൾ പെയിൻ്റൊക്കെ പിടിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു കുട്ടി ബക്കറ്റാണ് പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ഇതിൻ്റെ മൂടിയൊക്കെ നാശമായി. അപ്പോൾ അത് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ബക്കറ്റ് നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഞാൻ ഒട്ടിക്കുന്നില്ല, വെറുതെ വെച്ച് കൊടുക്കണുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതേപോലെ, ഇത് ബക്കറ്റല്ല കേട്ടോ, ഒരു ചെറിയൊരു പാത്രം, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം, അതിലേക്ക് നമുക്ക് പഠിക്കേണ്ട സാധനം വെച്ചാൽ അതിൻ്റെ സാധനങ്ങൾ അല്ലെങ്കിൽ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളത് അതിനുള്ളിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്കിത് ചട്ടം മുകളിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് ഞാൻ പെയിൻറ്റിന് പകരം ഉപയോഗിക്കുന്നത് ഇവിടെ തുണികളാണ് പലതരത്തിലുള്ള. അപ്പോൾ വൈറ്റ് കളറുള്ള ഏതെങ്കിലും പഴമുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിൽ വിരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ പഴയ ചുരിദാർ, ഈ ഒരു പഴയ ചുരിദാർ, എൻ്റെ പഴയ ചുരിദാറിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് അതും നമുക്ക് ഇതിൻ്റെ മുകളിൽ വിരിക്കാം. അല്ലെങ്കിൽ തലോണ കവറൊക്കെ നല്ല ഡിസൈനുള്ള തലോണ കവർ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ചാർട്ട് പേപ്പേഴ്സ് ഇല്ലേ, പല കളറുള്ള ചാർട്ട് പേപ്പേഴ്സ് ഉണ്ട്, അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെട്ടിയൊട്ടിക്കുക വെക്കുക എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റുകളുണ്ട്, നമ്മൾ വെള്ളമൊന്നും ആവാത്ത തുടയ്ക്കാൻ പറ്റുന്ന ഷീറ്റുകളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പെയിൻ്റ് അടിച്ച് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇത് വലിയ ടേബിളാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇതൊരു തട്ടിക്കൂട്ട് എനിക്കിപ്പോൾ അത് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.